നമുക്ക് ബീഫ് വെച്ചിട്ട് ഒരു വെറൈറ്റി ഐറ്റം റെഡിയാക്കി എടുക്കാം. ബീഫും തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ബീഫ് സുക്കയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഈ സുക്ക റെഡിയാക്കാനായിട്ട് കുറച്ച് സ്പൈസസ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഉണക്കമുളക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 10-30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ മല്ലി, മുഴുവനായിട്ടുള്ള മല്ലിയാണ്. പിന്നെ 2-3 കഷ്ണം ഗ്രാമ്പു, 2 ഏലക്കായി, ഒരു പട്ടയുടെ കഷ്ണം എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഈ സ്പൈസസ് നമ്മൾ ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കുമ്പോൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ വേറൊരു ചൊവയായിരിക്കുള്ളൂ. അപ്പോൾ കരിഞ്ഞു പോവാതെ ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ സ്പൈസസ് ഒക്കെ അത്യാവശ്യം ഡ്രൈ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ആ ചെറിയ ജാറുണ്ടല്ലോ അതിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് പൗഡർ ആക്കി പൊടിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണ പോലെ ഒന്ന് എടുത്താൽ മതി. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഈ രീതിയിൽ ഞാനതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേറെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പോൾ 200 ഗ്രാം ബീഫ് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ആ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ആ സ്പൈസസ് പൊടിച്ച ജാറിൽ തന്നെയാണ് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരഞ്ഞു പോവണ്ട, ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മൾ തോരനൊക്കെ അരക്കില്ലേ, ആ രീതിയിലൊന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ബീഫ് സുക്ക റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഓയിലും അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഫുള്ളായിട്ട് നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ബീഫ് സുക്ക റെഡിയാക്കുമ്പോൾ നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് മുന്നിട്ട് നിൽക്കണം, എന്നാലേ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 സവാള അരിഞ്ഞതും അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കൂട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാണാനായിട്ട് കുറച്ചൊരു ഭംഗിയും കൂടി ഉണ്ടാവും. ഈ പച്ചമുളകും ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഒരു 90% കുക്കായിട്ടുള്ള ബീഫാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ ബീഫും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും അതിൻ്റെ കൂടെ ആ ഒരു മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങയും അതിൻ്റെ കൂടെ ആ ഒരു സ്പൈസസ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ചപ്പോൾ കുരുമുളക് ഇട്ടിട്ടുണ്ടായില്ല, അപ്പോൾ അതിന് പകരമായിട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നല്ല ബ്രൗൺ കളറാവുന്നവരെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ ബീഫ് സുക്കയുടെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി ബ്രൗൺ കളറിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ മൂപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മൂപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിർത്താൻ പോവുകയാണ്. അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ ആ നെയ്യിലൊക്കെ കിടന്ന് മൂത്തതിൻ്റെ ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ട്.
ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഉപ്പോ കുരുമുളക് പൊടിയോ കുറവുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ടിട്ട് ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഈ നെയ്യിൽ കിടന്നിട്ട് ബീഫും തേങ്ങയും ആ സവാളയെ കൂടി മുരിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബീഫിൻ്റെ ഐറ്റമാണ്. ഈ ഒരു സ്പെഷ്യൽ ബീഫ് സുക്കയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്